പൊന്മുട്ടയിടുന്ന താറാവ്. പണ്ട് പണ്ടൊരിടത്ത് ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അവർ ഒരു താറാവിനെ വളർത്തിയിരുന്നു. ആ താറാവിനെ അവർ വളരെയധികം സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം താറാവ് മുട്ടയിടാൻ തുടങ്ങി. കർഷകൻ താറാവിൻ്റെ മുട്ട കണ്ട് അത്ഭുതപ്പെട്ടു. സാധാരണ മുട്ടയ്ക്ക് പകരം ഒരു സ്വർണ്ണമുട്ട കിടക്കുന്നു. ദിവസവും അങ്ങനെ ഓരോ സ്വർണ്ണമുട്ടകൾ ആ താറാവ് കർഷകന് നൽകിക്കൊണ്ടിരുന്നു. അയാൾ ആ സ്വർണ്ണമുട്ടകൾ വിറ്റ് കിട്ടിയ പണം കൊണ്ട് തൻ്റെ വീട് പുതുക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും തുടങ്ങി. ഒരു ദിവസം കർഷകൻ്റെ ഭാര്യ വിചാരിച്ചു, ഇങ്ങനെ ദിവസവും ഓരോ മുട്ട കിട്ടുന്നതിന് പകരം ഒരുമിച്ച് കുറേ മുട്ടകൾ കിട്ടിയിരുന്നെങ്കിൽ പ്രയോജനമാകുമായിരുന്നു. അവർ ഇക്കാര്യം തൻ്റെ ഭർത്താവിനെ അറിയിച്ചു. ആ കർഷകനും അത് അംഗീകരിച്ചു. തുടർന്ന് ഇരുവരും കൂടി ഒരു പദ്ധതി ഇട്ടു. താറാവിൻ്റെ വയറ് കീറുക. താറാവിൻ്റെ വയറ് കീറുമ്പോൾ അത് നിറയെ മുട്ടകൾ കാണും. അത് ഒരുമിച്ച് കൊണ്ടുപോയി വിറ്റു കാശുണ്ടാക്കാം. അത്യാഗ്രഹിയായി തീർന്ന കർഷകനും ഭാര്യയും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു ദിവസം താറാവിൻ്റെ വയറ് കീറാൻ തന്നെ തീരുമാനിച്ചു. അവർ താറാവിന് ധാരാളം ധാന്യങ്ങൾ ഇട്ടുകൊടുത്തതിന് ശേഷം അതിനെ പിടിച്ചു. ഒരു കത്തി കൊണ്ട് അതിൻ്റെ വയറും കീറി. എന്നാൽ അവർ ഞെട്ടിപ്പോയി. ആ താറാവിൻ്റെ വയറിനകത്ത് സ്വർണ്ണമുട്ടകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആകെയുണ്ടായിരുന്ന താറാവ് രക്തം വാർന്ന് മരിക്കുകയും ചെയ്തു. ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ഒരു പൊന്മുട്ട തികയാതെ അത്യാഗ്രഹം കാണിച്ച കർഷകനും ഭാര്യയ്ക്കും അങ്ങനെ ഉള്ളതും കൊണ്ട് കൂടി പോയി കിട്ടി. അത്യാഗ്രഹം പലപ്പോഴും നമുക്കുള്ളതിനെ കൂടി ഇല്ലാതാക്കും.